ഗൈസ്, അങ്ങനെ ഞങ്ങൾ ഖത്തറിൽ നിന്ന് കാശ്മീരിലെത്തിയിരിക്കുകയാണ്. ഞങ്ങളുടെ പുറകിലേക്ക് നോക്കൂ, കണ്ടോ, മലയുണ്ട്, മഞ്ഞുണ്ട്, പിന്നെ ദേ മുമ്പിൽ ഈ ടെന്റ് ഉണ്ട്, ടെന്റിന്റെ മുകളിൽ കൊടിയുണ്ട്. സ്മിത ഒരു കമന്റ് ഇട്ടിട്ടുണ്ടല്ലോ ലൈവിൽ, ചേട്ടനെ കാണാൻ മോഹൻലാലിനെ പോലെ ഇരിക്കുന്നു. എനിക്ക് വയ്യ, എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട്. അടുത്ത കമന്റ് വന്നിരിക്കുന്നു സിറാജ്, അതെ അതെ OLX-ന്ന് മേടിച്ച മോഹൻലാലിനെ പോലെ. തുടക്കം തന്നെ അപമാനം. രാജേഷ് കാര്യമായിട്ട് എന്താ എഴുതിയിട്ടുണ്ട്, എന്താണത്? എടാ വാലുമാക്രി, നിനക്ക് വല്ല പണിക്കും പോയിക്കൂടെ? ഈ ലൈവ് ശരിയാവില്ല, നമുക്ക് നിർത്തിയേക്കാം. നമുക്കേ റീൽ എടുക്കാം, റീല്. എന്നാൽ നമുക്കിതെടുക്കാം. ഞാൻ എടുത്തോളാം, നിങ്ങൾ റെഡി ആയിക്കോ. റെഡി, 1 2 3. ഇനി ഒരു സ്പെഷ്യൽ റീൽ വേണം, കാശ്മീർ സ്പെഷ്യൽ. എങ്കിൽ അത് വെറുതെ ഒരു റീൽ പോരാ, നമ്മുടെ രാജ്യസ്നേഹം തുളുമ്പുന്ന ഒരു കിടുക്കാച്ച് റീലായിരുന്നു. നിർത്തൂ, നിങ്ങളുടെ ഈ കോമാളിക്കളി അതിരുവിടുന്നു. ഇവിടെ മലയാളിയോ? ഈ മലയാളീസിനെ കണ്ട് മടുത്തിട്ടാണ് ഞങ്ങൾ കാശ്മീർ വന്നത്. നിങ്ങൾ കളിക്കുന്നത് രാജ്യത്തിന്റെ അഭിമാന ചിഹ്നത്തെ താഴെയിട്ടാണ്. ഇതിങ്ങനെ ആകാശത്ത് മിന്നിത്തിളങ്ങേണ്ട ചിഹ്നമാണ്, നമ്മുടെയൊക്കെ അഭിമാനം. അല്ല, നിങ്ങൾ ഇവിടെ വന്ന് സദാചാര പോലീസ് കളിക്കുകയാണോ? പോലീസുകാർക്ക് എന്താ ഈ വീട്ടിൽ കാര്യം? സോറി, ഈ സീനിയർ കാര്യം. ഞാൻ പോലീസൊന്നുമല്ല, പട്ടാളക്കാരൻ, ഒരു പഴയ പട്ടാളക്കാരൻ. ക്ഷമിക്കണം സാർ, ഞങ്ങൾ അല്പം മോശമായി പെരുമാറി. ഈ ടൂറിന്റെ വൈബിൽ ഒരു താളപ്പിഴ. അല്ല, സാർ എന്തിനാ ഞങ്ങളെ തടഞ്ഞത്? നിങ്ങളുടെ വൈബൊന്നും തടയാൻ വന്നതല്ല ഞാൻ. ഈ ത്രിവർണം പകരുന്ന ഏകതാ സന്ദേശമാണ് ഞങ്ങളുടെയൊക്കെ ജീവവായു. അതിങ്ങനെ താഴെയിട്ടാൽ ഞങ്ങൾക്ക് സഹിക്കില്ല. അറിഞ്ഞുകൊണ്ടല്ല സാർ, ഒരബദ്ധം സംഭവിച്ചതാണ്. എൻ്റെ രാജ്യം തരുന്ന ഐഡന്റിറ്റിയുടെ ഭാഗമാണ് ഞാൻ എന്നെനിക്കറിയാം സാർ. ഈ കൊടും തണുപ്പിൽ സാർ ഒറ്റയ്ക്കാണോ താമസം? ഒറ്റയ്ക്കാണോ എന്ന് ചോദിച്ചാൽ ഒറ്റയ്ക്കല്ല, ഞാനൊരു ഡ്യൂട്ടിയിലാണ്. എനിക്ക് മാത്രം ചെയ്യാൻ കഴിയുന്ന ഒരു ഡ്യൂട്ടിയാണ്. ഡ്യൂട്ടിയിലോ? സാർ ഇപ്പോഴും മിലിറ്ററിയിലാണോ? അവിടുന്നൊക്കെ എന്നേ പിരിഞ്ഞു. ഞാനിപ്പോൾ എൻ്റെ മകനെ കാണാൻ വന്നതാണ്. ഇടയ്ക്ക് വരും, കുറച്ചു നാൾ ഒരുമിച്ച് കഴിയും, മടങ്ങും. അതാണ് ഡ്യൂട്ടി. അല്ല, അത് മാത്രമാണ് എൻ്റെ ഡ്യൂട്ടി. മകനോ? എന്നിട്ട് മകനെവിടെ? അവനിവിടെ എവിടെയോ ഉണ്ട്. നിങ്ങൾ ടൂറിന് വന്നവരാണ്, എൻ്റെ കഥ കേട്ട് സമയം കളയണ്ട. ഈ വിജനഭൂമിയിൽ സാർ വന്ന് ഒറ്റയ്ക്ക് താമസിക്കണമെങ്കിൽ തക്കതായ കാരണമുണ്ടാകും. പറയൂ സാർ. കേൾക്കാൻ സുഖമുള്ളതല്ല മക്കളെ, അതൊരു വേദനയുടെ കഥയാണ്. ഒരു പട്ടാളക്കാരന്റെ വേദന നാടിന്റെ വേദനയാണ്, ഞങ്ങളും അതറിയണം. അവൻ എൻ്റെ പൊന്നുപോലും ഒരു മിലിറ്ററി ഉദ്യോഗസ്ഥനായിരുന്നു. ഹിമഗിരിയുടെ ഉത്തുംഗത്തിൽ മഞ്ഞിന്റെ പൂമെത്തയിൽ ഇപ്പോഴും നീ മയങ്ങുന്നുവോ ഹേ ശരവണൻ? നിന്റെ വസ്ത്രങ്ങൾ ഏറ്റുവാങ്ങുമ്പോൾ അവൾ കരയുകയായിരുന്നു. അപ്പോൾ ഇളം കാറ്റവളോട് ചൊല്ലി, നീ കരയാതിരിക്കുക, നീ കരയാതിരിക്കുക, നീ കരയാതിരിക്കുക. അവന്റെ ആ ഫൈറ്റർ ജെറ്റ് ഒന്ന് വീണത് ഈ മലമടക്കുകളിൽ എവിടെയോ ആയിരുന്നു. എൻ്റെ മകൻ, അവനാണ് ഈ മലമടക്കുകളിൽ എവിടെയോ ഉറങ്ങുന്നത്. അവനിലെ പട്ടാളക്കാരൻ ഒരിക്കലും തണുക്കില്ല, പക്ഷേ എന്നിലെ എൻ്റെ പൊന്നുമോന് തണുക്കും. കുഞ്ഞായിരിക്കുമ്പോൾ അവന്റെ പുതപ്പൊന്ന് മാറിയാൽ അവന് തണുക്കാതിരിക്കാൻ ഞാൻ ഉറങ്ങാതെ അവനോടൊപ്പം ഇരിക്കുമായിരുന്നു. അവനാണ് ആ മഞ്ഞുമലയിൽ മഞ്ഞുകട്ടയായി അലിഞ്ഞു പോയത്. ഈശ്വര, ഞങ്ങൾക്ക് ഫ്രീ ആയി കിട്ടിയ സ്വാതന്ത്ര്യം നിങ്ങളെപ്പോലെ പലരുടെയും ദാനമാണെന്നറിയാതെ ദുരുപയോഗം ചെയ്യുന്ന ഉത്തരവാദിത്തമില്ലാത്തവരായി പോയല്ലോ ഞങ്ങളുടെ ഈ തലമുറ. ഈ പതാക ഇങ്ങനെ തലയെടുപ്പോടെ പറക്കാനാണ് എൻ്റെ കുട്ടി അന്ന് ജീവൻ ബലി കൊടുത്തത്. അതിങ്ങനെ മണ്ണിലിട്ട് ചവിട്ടി അരച്ചാൽ എനിക്ക് സഹിക്കാൻ കഴിയുമോ? ക്ഷമിക്കണം സാർ, ഞങ്ങൾക്ക് മാപ്പ് നൽകണം. മാപ്പൊന്നും വേണ്ട കുട്ടികളെ. നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന സ്വാതന്ത്ര്യത്തിന്റെ വില നിങ്ങൾ തിരിച്ചറിയണം. രാജ്യത്തിന്റെ അഭിമാനത്തിന്, കീർത്തിക്ക്, സുരക്ഷിതത്വത്തിന് കോട്ടം വരുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്. വെറുതെ സോഷ്യൽ മീഡിയകളിൽ വിഷം ചീറ്റി
സ്നേഹത്തിന്റെ പളുങ്കുപാത്രങ്ങൾ എറിഞ്ഞുടയ്ക്കുന്ന വഴിതെറ്റിയ ഒരു തലമുറയുടെ പ്രതിനിധിയാണ് ഞാനും. പക്ഷേ അങ്ങിവിടെ എപ്പോഴും ഈ തണുപ്പത്ത് എന്തിനാണ് കഴിയുന്നത്? പണ്ടത്തെ പോലെ അവൻ ഉറങ്ങുമ്പോൾ കാവലിരിക്കുകയല്ല, കുട്ടിയായിരിക്കുമ്പോൾ തനിച്ചുറങ്ങാൻ അവന് പേടിയായിരുന്നു. രാത്രി ഉറക്കം പകുതിയാകുമ്പോൾ പേടിച്ചവൻ ഞങ്ങളോടൊപ്പം വന്ന് കിടക്കും. ഇന്നിവിടെ അവൻ തനിച്ചുറങ്ങുന്നു. അവന് കൂട്ടുകിടക്കാനാണ് ഞാനിവിടെ ഇടയ്ക്കിടെ വരുന്നത്. എനിക്ക് അവൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ, അവന് ഞാനും. ഞാനാണെങ്കിൽ പതുക്കെ നിതാന്ത നിദ്രയോട് അടുക്കുന്നു. ഞങ്ങൾ അവസാനം ഒരു മണ്ണിലെങ്കിലും ഉറങ്ങണ്ടേ? എന്താ ഇത്? ഇത്രയും ധീരനായ പട്ടാളക്കാരൻ കരയുന്നു. നിങ്ങളുടെയൊക്കെ ധൈര്യമാണ് ഞങ്ങളുടെയൊക്കെ അഹങ്കാരം. ചിലപ്പോൾ തോന്നും ഞങ്ങളുടെ വലിയ ആത്മസമർപ്പണവും എല്ലാം പാഴായിപ്പോയോ എന്ന്. ജാതി മത ഭാഷാ വ്യത്യാസം പറഞ്ഞ് അകത്തുനിന്ന് പോരടിക്കുന്ന ജനത പരസ്പരം കൊല്ലാൻ വാളൂങ്ങി നിൽക്കുന്നവർക്ക് വേണ്ടിയാണോ ഞങ്ങൾ അതിർത്തിയിൽ കാവൽ നിൽക്കേണ്ടത്? രക്ഷ വേണ്ടത് നമ്മുടെ അകത്ത് രൂപം കൊള്ളുന്ന ശത്രുത മനോഭാവങ്ങളിൽ നിന്ന് തന്നെയാണ്. നിങ്ങൾ സമാധാനമായി അകത്തുറങ്ങാനാണ് ഓരോ പട്ടാളക്കാരനും അതിർത്തിയിൽ ഉറക്കമൊഴിക്കുന്നത്. അങ്ങനെ നിരാശപ്പെടേണ്ട. രാജ്യസ്നേഹമുള്ളവർ ഒരുപാടുണ്ട്. അവർ പലരും രാഷ്ട്രത്തിനു വേണ്ടി നിസ്വാർത്ഥമായി പ്രവർത്തിക്കുന്നുണ്ട്. നല്ല സ്വപ്നങ്ങളുള്ള നല്ല ചെറുപ്പക്കാർ നമുക്കുണ്ട്. അവരൊന്നും സോഷ്യൽ മീഡിയകളിൽ വന്നിരുന്ന് ചിലയ്ക്കാറില്ല എന്ന് മാത്രം. മനസ്സിൽ വെറുപ്പിന്റെ ആയുധപ്പുരകൾ സൃഷ്ടിച്ചെടുക്കുകയാണ് ഇന്നത്തെ സോഷ്യൽ മീഡിയ. അതിന് പുറത്തൊരു ലോകമുണ്ടെന്നറിയാത്ത വെറും കൂപമണ്ഡൂകങ്ങൾ. ഈ ശുദ്ധജന്മങ്ങൾക്ക് വേണ്ടി നമുക്ക് ഒരുമിച്ചൊരു തീരുമാനമെടുക്കാം. വേദനിപ്പിച്ചവരോട് പൊറുക്കാം. അഹന്തയുടെ പൊയ്ക്കാലുകൾ അഴിച്ചുവെച്ച് ലാളിത്യത്തിന്റെ സമതലങ്ങളിലേക്ക് ഇറങ്ങി വരിക. വൈരാഗ്യങ്ങളുടെ വിഷക്കുപ്പായങ്ങൾ ഉപേക്ഷിക്കുക. ബ്രിട്ടീഷുകാർ നമ്മളെ ഉപേക്ഷിച്ചു പോകുമ്പോൾ 2 കൊല്ലം കൊണ്ട് ഈ രാജ്യം പൊട്ടിത്തകരുമെന്ന് പറഞ്ഞിട്ടാണ് പോയത്. ഒരാവശ്യം വരുമ്പോൾ ഒന്നാകുന്ന ഏകതയുടെ ഒരു അണയാത്ത തിരി നമ്മളിൽ അവശേഷിച്ചിട്ടുണ്ട്. അത് നമ്മൾ കാത്തു സൂക്ഷിച്ചാൽ മാത്രം മതി. ആ ശ്രമമാകട്ടെ നമ്മുടെ ജീവിത മന്ത്രം. ഇനിയില്ല, ഒന്ന് ഞാൻ ഉറപ്പു തരുന്നു. ഈ യാത്രയിൽ അങ്ങേ കണ്ടുമുട്ടിയ ശേഷമുള്ള ഞങ്ങൾ പഴയ ഞങ്ങളായിരിക്കില്ല. അതെ സാർ, യാത്രകൾ മനുഷ്യനെ പുതുക്കിക്കൊണ്ടിരിക്കും. അങ്ങനെ ഒരു പുതിയ ബോധത്തോടെ ആയിരിക്കും ഞങ്ങൾ ഈ മലയിറങ്ങുന്നത്. നിൽക്കൂ, നീ ഓടണ്ട, ആകെ കരിഞ്ഞിരിക്കുന്നല്ലോ. അവിടെ ആകെ തീ, പുക, വലിയ ശബ്ദം. എല്ലാരും ഓടുന്നു, ഞാനും ഓടി. നൂറേയും കണ്ടില്ല, ഉമ്മയും വന്നില്ല. നിന്നെ ആരും ഒന്നും ചെയ്യില്ല, ഞാൻ നോക്കിക്കൊള്ളാം. അല്ല, നീ ഇത് എവിടെ നിന്ന് വരുന്നു? ഞാനും നൂറയും കളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴേക്കും തീയും പുകയും വന്നു. ഞങ്ങൾ ഓടി. കുറേ കരച്ചിൽ കേട്ടു. നൂറയും കരയുന്നുണ്ടായിരുന്നു. കുട്ടികളുടെ വിലാപങ്ങൾ ഈ താഴ്വരയ്ക്ക് പുത്തരിയല്ല മോളെ, ഇത് വിലാപങ്ങളുടെ താഴ്വര കൂടിയാണ്. എനിക്കിന്ന് നൂറിനെ കാണണം, എന്റെ ഉമ്മയെ കാണണം. നീ ഇപ്പോൾ അങ്ങോട്ട് പോകണ്ട, അശാന്തിയുടെ ശബ്ദങ്ങളൊന്ന് അടങ്ങട്ടെ. ഞാനിതിപ്പോൾ എവിടെയാണ്? കുറേ ഓടി. ഓടിത്തളർന്നപ്പോൾ ഒന്നിരുന്നു. വീണ്ടും ഓടി ഓടി എവിടെയോ എത്തി. എനിക്ക് കുറച്ച് വെള്ളം തരാമോ? നിനക്ക് വിശക്കുന്നുണ്ട്, അകത്ത് ചപ്പാത്തിയും കറിയും കാണും, പോയി കഴിച്ചു. സാറിൻ്റെ ഒരു ഇന്റർവ്യൂ വേണം. സാർ 1-2 ചോദ്യങ്ങൾക്ക് ഉത്തരം തരുക. ചോദിച്ചോളൂ. എനിക്കറിയുന്നതും എനിക്ക് ബോധ്യമായതുമേ ഞാൻ പറയൂ. അതിർത്തിയിൽ യുദ്ധത്തിന്റെ കാഹളം മുഴങ്ങുകയാണ്. ഇവിടുത്തെ സംഭവ വികാസങ്ങൾ അപ്പോൾ ജനങ്ങളിൽ എത്തിക്കുക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. പറയൂ സാർ, എന്താണ് ഇവിടെ നടക്കുന്നത്? നിങ്ങളൊന്ന് അടങ്ങ്. ഇപ്പോൾ എല്ലാം ശാന്തമാണല്ലോ. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ വികാരം കൊള്ളുന്നത്? വികാരം കൊള്ളുകയല്ല സാർ, ഇത് രാജ്യത്തിന്റെ ശബ്ദമാണ്, രാജ്യത്തിന്റെ വികാരമാണ്. ഞങ്ങൾ ഈ സംഘർഷ മേഖലയിൽ ഇറങ്ങി ഒപ്പിയെടുക്കുന്നത് ഇവിടുത്തെ ഓരോ ചലനങ്ങളും ജനങ്ങളെ അറിയിക്കാനാണ്. ഇവിടുത്തെ ഓരോ ചലനങ്ങളും പുറത്തേക്ക് അയക്കുമ്പോൾ നിങ്ങൾ ജനങ്ങളെ അറിയിക്കുകയല്ല ചെയ്യുന്നത്, നിങ്ങൾ ശത്രുവിനെയാണ് സഹായിക്കുന്നത്. പക്ഷേ ജനങ്ങൾക്ക് അറിയാനുള്ള അവകാശമില്ലേ? ജനങ്ങൾ അറിയേണ്ടത് നമ്മുടെ സേനയുടെ കാവലിൽ അവർ സുരക്ഷിതരാണെന്ന് മാത്രം. അത്രയുമേ ഇപ്പോൾ അറിയേണ്ടതുള്ളൂ. മനസ്സിലായോ? ഒരു പട്ടാളക്കാരനായ അങ്ങ് ബുദ്ധനെ പോലെ സമാധാനത്തിന്റെ ഭാഷ സംസാരിക്കുന്നു. നിങ്ങളൊന്നറിയണം, ഓരോ പട്ടാളക്കാരനും കാക്ഷിക്കുന്നത് യുദ്ധമല്ല, സമാധാനമാണ്. സ്വന്തം ജനങ്ങളുടെ സമാധാനം. സമാധാനത്തിന്റെ കാവൽക്കാരനാണ് പട്ടാളക്കാരൻ.
എങ്കിലും ഇതിന് തക്കതായ മറുപടി നാം കൊടുത്തേ മതിയാകൂ. ജനങ്ങളാകെ ആവേശം കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ യുദ്ധത്തെയൊക്കെ കാണുന്നത് വീഡിയോ ഗെയിം പോലെയാണ്. എല്ലാ യുദ്ധത്തിലും കണ്ണുനീർ മാത്രമേ ബാക്കിയാകൂ. അതിപ്പോ അപ്പുറത്തായാലും ഇപ്പുറത്തായാലും. ഞാനും ഒരു യുദ്ധത്തിന്റെ ബാക്കിയാണ്, ദുഃഖത്തിന്റെ ബാക്കി. അതേ പ്രേക്ഷകരെ, ആരും ആരുടെയും ശത്രുവല്ല. നമ്മൾ ഒരുമിച്ച് കഴിയേണ്ടവരാണ് എന്ന മഹത്തായ സന്ദേശമാണ് ഈ പഴയ മിലിറ്ററി ഓഫീസർക്ക് നമ്മോട് പറയാനുള്ളത്. യുദ്ധമല്ല, സമാധാനത്തിന്റെ സന്ദേശമാണ് നിങ്ങൾ ഈ ചാനൽ വഴി പകരേണ്ടത് എന്നുകൂടി പറഞ്ഞുകൊള്ളുന്നു. ചാനൽ റേറ്റിംഗ് കൂട്ടാൻ ആളുകളെ കുരുതി കൊടുക്കരുത് എന്നുകൂടി ചേർത്ത് വായിക്കണം. അയ്യോ അരുൺ, ഇതെങ്ങനെ സംപ്രേഷണം ചെയ്യും? നമ്മുടെ സ്ഥിരം നമ്പർ അങ്ങ് തട്ടിക്കും. ക്ഷമിക്കണം, സംരക്ഷണത്തിൽ ചെറിയ തടസ്സം നേരിട്ടിരുന്നു. ഒരു ഇടവേളയ്ക്ക് ശേഷം മടങ്ങി വരാം. അതിർത്തിയിൽ നിന്നും അരുണിനോടൊപ്പം സായി. ഏയ് നോ നോ നോ, ഇതൊന്നും ഇവിടെ വേണ്ട. എത്രയും പെട്ടെന്ന് മല ഇറങ്ങിക്കൊള്ളാം. ഞങ്ങൾക്ക് പെർമിഷൻ ഉണ്ട് സർ. ബാഡ്ജ്. അതൊന്നും വേണ്ട. ഇപ്പോൾ ഇവിടുത്തെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത് ഞങ്ങളാണ്. എത്രയും വേഗം ഒഴിഞ്ഞു പൊക്കോണം. ചൽ ചൽ. ആരൊക്കെയുണ്ട് ഇവിടെ? ഞാനും ഒരു കുട്ടിയുണ്ട്. ഒരു കുട്ടിയെ തേടിയാണ് ഞങ്ങളും വന്നത്. ആ, സാറിന് ഞങ്ങൾക്കറിയാം. മകൻ മരിച്ചിടത്ത് സാർ ഇടയ്ക്കിടയ്ക്ക് വന്ന് താമസിക്കും എന്ന് ഞങ്ങൾ മിലിറ്ററിക്കാർക്കറിയാം. അവന് കൊടുത്ത വാക്കിന് വേണ്ടി ഞാൻ ഇവിടെ ഇടയ്ക്കിടെ വരും. കുറച്ചുനാൾ അവന് കൂട്ടിരിക്കും, മടങ്ങും. മഹത്തായ 2 തലമുറ രാജ്യത്തിന് വേണ്ടി ജീവിച്ചു. ഇനിയും സാറിന്റെ അടുത്ത തലമുറയും രാജ്യത്തിന് വേണ്ടി തന്നെയായിരിക്കും ജീവിക്കുക. അതിനി ഒന്നും ബാക്കിയില്ലടോ. അവൻ പോയതോടെ ആ കണ്ണി അവസാനിച്ചു. ക്ഷമിക്കണം സാർ, സാറിനൊരു മകൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്ന് ഞങ്ങൾ അറിഞ്ഞിരുന്നില്ല. സാറിന് ഞങ്ങളൊക്കെ മക്കളായില്ലേ? ഞങ്ങൾക്കെല്ലാം അങ്ങ് പിതൃസ്ഥാനീയനാണ്. ഇതാണ് ജീവിതം. ദുഃഖങ്ങളുടെ പെരുമഴയത്തും സ്വപ്നങ്ങളുടെ തീരം കാണിച്ച് നമ്മളെ സമാധാനിപ്പിക്കും. നന്ദി, ഈ വാക്കുകൾക്ക് നന്ദി. ഒരു കുട്ടി ഇങ്ങോട്ട് വന്നതറിഞ്ഞ് വന്നതാണ്. ഒരു പ്രശ്നമുണ്ട്. മോളല്ലേ? മോളെ, ഇങ്ങോട്ട് വരൂ. ഇവർ രക്ഷകരാണ്, ഒളിച്ചിരിക്കേണ്ട കാര്യമില്ല. മോളുടെ പേരെന്താ? മോളുടെ ഉപ്പയുമ്മയും? ബാവയുടെ പേര് അമർ, ഉമ്മ ലൈല. ഓ മൈ ഗോഡ്. വരൂ, നമുക്ക് വേഗം പോകണം. ഒരു കാര്യമുണ്ടോ? അല്ല, എന്താണ് പ്രശ്നം? എങ്ങോട്ട് കൊണ്ടുപോകുന്നു? അവളൊന്നും കഴിച്ചിട്ടില്ല. പ്രശ്നമാണ് സാർ. മോളത് ഞാനൊന്ന് ചോദിച്ച് മനസ്സിലാക്കട്ടെ, എന്നിട്ട് മോൾക്ക് അവരുടെ കൂടെ പോകാം. എനിക്ക് പേടിയാണ് സർ, അവിടെ തീയും പുകയും ഉണ്ട്. മോള് പേടിക്കണ്ട കേട്ടോ. അങ്കിൾ മോളെ സുരക്ഷിതമാക്കിയേ വിടും. ഇപ്പോൾ അകത്ത് പോയി കഴിച്ചിട്ട് വാ. സാർ, അത് പിന്നെ അവളുടെ എല്ലാം പോയി സാർ. ആ കുടുംബം മുഴുവൻ പോയി. എല്ലാം ആ സ്ഫോടനത്തിൽ തകർന്നു. അവളുടെ ബാബ ഉമാർ 10ലധികം ടൂറിസ്റ്റുകളുടെ ജീവൻ രക്ഷിച്ചിട്ടാണ് ആ പാവം മരണത്തിന് കീഴടങ്ങിയത്. പട്ടാളം എത്തുന്നത് വരെ ചെറുത്തു നിന്നു. നമുക്കും അയാൾ ഒരുപാട് സഹായം ചെയ്യാറുള്ള ആളായിരുന്നു. ഇന്നും മരണത്തിന് കീഴടങ്ങുന്നതിന് മുമ്പ് അക്രമികളുടെ എണ്ണവും ആയുധബലവും എങ്ങോട്ട് പോയി എന്നെല്ലാം കൃത്യമായി പറഞ്ഞു തന്നു. ജീവൻ വെടിയുന്നതിന് മുമ്പ് ആ കുട്ടിയെ പട്ടാളത്തിന്റെ കയ്യിൽ ഏൽപ്പിക്കുന്നുവെന്ന് പറഞ്ഞിട്ടാണ് ആ ധീരൻ വിട പറഞ്ഞത്. അല്ല, ആ കുട്ടിയോട് നാം എന്ത് പറയും? നമ്മൾ പറഞ്ഞേ മതിയാകും. എന്തൊക്കെ ന്യായങ്ങൾ പറഞ്ഞാലും നഷ്ടം നഷ്ടം തന്നെയാണ്. നഷ്ടത്തിന്റെ വേദന ശരിക്കും അറിഞ്ഞവനാണ് ഞാൻ. വേദനയുടെ ആഴം കുറിക്കാൻ മാത്രമേ കൂടെ നിൽക്കുന്നവർക്ക് കഴിയൂ. നമുക്കതിന് ശ്രമിക്കാം. വരൂ മോളെ, നമുക്ക് പോകാം. അവിടെ കുറച്ച് ആവശ്യമുണ്ട്. പാവം ഉമ്മ പേടിച്ചിട്ടുണ്ടാവും. ബാബ ഒട്ടും പേടിക്കില്ല. അതെ, മോളുടെ ബാബ ധീരനാണ്. ഒരു പട്ടാളക്കാരനേക്കാൾ വീരനും രാജ്യസ്നേഹിയുമാണ്. ഞാൻ പേടിച്ചോടിയത് മാത്രം ബാബയോട് പറയരുത്. എന്റെ ബാബ എന്നെ കളിയാക്കും അങ്കിൾ. മോളൊരു ധൈര്യശാലിയാണെന്ന് ലോകത്തെ കൊണ്ട് നമുക്ക് പറയിക്കണം. നമുക്കത് കാണിച്ചു കൊടുക്കണം. എന്റെ ബാബ സൂപ്പറാണ്. ഉമ്മയ്ക്ക് പേടിയാണ്. ബാബ എപ്പോഴും കളിയാക്കും. മോളുടെ ബാബയുടെ വീര്യത്തെ പറ്റി ഞങ്ങളിപ്പോ പറഞ്ഞതേ ഉള്ളൂ. എന്റെ ബാബയെ അറിയാമോ? രാജ്യം മുഴുവൻ മോളുടെ ബാബയെ പറ്റിയാണ് പറയുന്നത്. വീരനാണ്, ധീരനാണ്, സ്നേഹസമ്പന്നനാണ് എന്നെല്ലാം ടി-വിയിൽ കാണിക്കുന്നുണ്ട്. ബാബ ടി-വിയിൽ വന്നോ? എനിക്ക് കാണണം. ബാബ പറയുന്നത് മുഴുവനും കേൾക്കണം. അതിരുകളില്ലാത്ത ആകാശം പോലെ ഈ ലോകം കൂടുതൽ സ്നേഹം കൊണ്ട് വിശാലമാകട്ടെ. മോളുടെ ബാബ പറഞ്ഞത് മുഴുവൻ ശരിയാണ്. നമ്മൾ വെറുതെ അതിരുകൾ സൃഷ്ടിച്ച് ആളുകളെ തരം തിരിച്ച് വഴക്കടിപ്പിക്കുകയാണ്. എല്ലാവരെയും ഒന്നായി കാണുന്ന
എത്രയോ പേർ ഈ ലോകത്തിന് മാതൃകയാണ്. അധ്യാപകൻ ജ്ഞാനം ഒരേപോലെ പകരുന്നു. കർഷകർ എല്ലാവരെയും അന്നമൂട്ടുന്നു. പട്ടാളക്കാരൻ സ്വന്തം നാട്ടുകാരെ ഒരേപോലെ സംരക്ഷിക്കുന്നു. പട്ടാളത്തെ പറ്റി പറഞ്ഞപ്പോൾ ബാബ പറയാറുള്ളത് ഓർത്തു. ഞാനും ഒരു പട്ടാളക്കാരിയാകണം പോലും. തീ കണ്ടപ്പോൾ പേടിച്ചോടിയ ഈ ഞാനേ പട്ടാളക്കാരി. ഞങ്ങൾ പെണ്ണുങ്ങൾക്ക് പേടിക്കാനല്ലേ കഴിയൂ? പെണ്ണു പേടിക്കേണ്ടവളല്ല, ധീരനായ ബാബയുടെ മകൾ. അങ്ങനെ പറയരുത്. സുനിത വില്യംസിനെ കേട്ടിട്ടില്ലേ? നമ്മുടെ പ്രസിഡന്റ് സ്ത്രീയല്ലേ? ഇപ്പോൾ കേണൽ സോഫിയ ഖുറേഷിയെ കേട്ടിട്ടില്ലേ? സ്ത്രീകൾക്ക് ലോകം മുഴുവൻ പ്രകാശം പരത്താനുള്ള കഴിവുണ്ട്. നിനക്കതിനാകും. നിന്നെ ഒരു പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാക്കി ഞാൻ മാറ്റും. നീ പോയി വരൂ. നിന്നെ ഞാൻ കേരളത്തിലേക്ക് കൊണ്ടുപോകാം. എനിക്ക് കേണൽ സോഫിയയും വ്യോമികയും പോലെ മൈക്കിന് മുമ്പിൽ ഇരുന്ന് ചാറ ഇംഗ്ലീഷ് പറയണം. പക്ഷേ ബാബയും ഉമ്മയും എന്നെ അങ്കിളുടെ കൂടെ വരാൻ സമ്മതിക്കുമോ? മോൾ പോയി ബാബയും ഉമ്മയും കണ്ടിട്ട് വരും. അങ്കിൾ ഇവിടെ ഉണ്ടാകും. മോൾക്ക് വേണ്ടി ഇവിടെ കാത്തിരിക്കും. പക്ഷെ ഒന്ന് എനിക്ക് ഉറപ്പ് തരണം, മോള് കരയരുത്. കേണൽ സോഫിയമാർ കരഞ്ഞാൽ നമ്മുടെ നാടിനത് സഹിക്കാൻ കഴിയില്ല. പേപ്പർ വർക്ക് എല്ലാം ശരിയായിട്ടുണ്ട്. എന്റെ ജീവിതം ഇവിടെയാണ് കളഞ്ഞു പോയത്. കളഞ്ഞെടുത്തതെന്ന് തന്നെ ഞാനത് കണ്ടുപിടിച്ചു. ഇതിലായിരിക്കും എന്റെ മകൻ എന്നെ ഇങ്ങോട്ട് എപ്പോഴും വിളിച്ചുകൊണ്ടിരുന്നത്. സാറിന് ഇനി അവളെ കൊണ്ടുപോവാം. അങ്കിൾ പറഞ്ഞത് എന്താണെന്ന് അവിടെ ചെന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത്. എൻ്റെ ബാബയുടെ മുഖം കരയല്ലേ പോലെ എന്ന് എന്നോട് പറഞ്ഞ പോലെ തോന്നി. ഞാൻ ഒട്ടും കരഞ്ഞില്ല. അവർ ലോകത്തോട് പറയാൻ ബാക്കി വെച്ചത് ഞാൻ എൻ്റെ ജീവിത സന്ദേശത്തിലൂടെ ലോകത്തോട് പറയും. ഞാനൊരു പ്രകാശം പരത്തുന്ന പെൺകുട്ടിയാകും. ഈശ്വരന്റെ സൃഷ്ടികളിൽ സ്ത്രീയോളം പൂർണ്ണവും മനോഹരവുമായ മറ്റൊരു സൃഷ്ടിയില്ല. അത് സ്ത്രീക്ക് തിരിച്ചറിയാനുള്ള കഴിവ് ഈശ്വരൻ കൊടുത്തില്ല എന്നത് ഈശ്വരന്റെ ഒരു തമാശ. മോൾ അങ്കിളിനോടൊപ്പം പോയി വരും. നിന്റെ ബാബയുടെ ആഗ്രഹം പോലെ വളരാനും ശോഭിക്കാനും ഏറ്റവും ഉചിതമായ കൈകളിൽ തന്നെയാണ് നീ ഇപ്പോൾ. നീ പഠിച്ചു വളരുക. നാട് നിന്റെ പ്രകാശത്തിനെ കാത്തിരിക്കുന്നു. കേരളമാണ് വിദ്യാഭ്യാസത്തിന് മറ്റെന്തിനേക്കാളും പ്രാധാന്യം കൊടുക്കുന്ന ഒരിടം. വിഭാഗീയ ചിന്തകൾക്ക്, ജാതിമത ഭ്രാന്തുകൾക്ക് തലച്ചോറ് പണയം വെച്ചിട്ടില്ലാത്ത ഒരിടം. അങ്ങനെ ഒരിടം ഈ രാജ്യത്തിന്റെ തെക്കേ മൂലയിലുണ്ട്. നമുക്ക് അങ്ങോട്ട് പോകാം. ഒരേ പാഠപുസ്തകം പഠിച്ച്, ഒരേ വിശപ്പുണ്ട്, ഒരേ ബെഞ്ചിലിരുന്നു ഇവളും കൂട്ടുകാരും പഠിക്കട്ടെ. വാളും കുരിശും ത്രിശൂലവുമായി പരസ്പരം കൊല്ലാൻ നിൽക്കുന്ന പ്രദേശങ്ങളിൽ അവരുടെ ഇടയിൽ വീണ് അരുതേ എന്ന് തടുക്കുവാൻ നമുക്ക് കുറെ പ്രകാശനാളങ്ങൾ വേണം. കേരളത്തിലെ സ്നേഹ ബെഞ്ചുകളിൽ അവർ ഒരുമിച്ച് പഠിച്ച് ലോകത്തെ കൂടുതൽ ഭംഗിയുള്ളതാക്കി മാറ്റട്ടെ. എന്റെ മകൻ ഇവിടെ ഇവരുടെയൊക്കെ കാവലിൽ സുരക്ഷിതനാണ്. നിന്നെ അവനെ പോലെ നോക്കുവാനാണ് അവനിപ്പോൾ എന്നോട് പറയുന്നത്. നിന്നെപ്പോലെ അനേകം രാജ്യസ്നേഹികളെ രാജ്യം ആവശ്യപ്പെടുന്നുണ്ട്. വരൂ, നമുക്കൊരു സ്നേഹയാത്ര തുടങ്ങാം. അപ്പോൾ കേണൽ സോഫിയ ഖുറൈശിക്ക് അങ്കിളിന്റെ വക ഒരു സല്യൂട്ട്. അതിഷ്ടമാണ്. പക്ഷേ ഇപ്പോൾ എനിക്ക് വേണ്ടത് ഈ സ്നേഹത്തിന്റെ സാന്ത്വന സ്പർശമാണ്. പ്രകാശം പരത്തുന്ന ഒരു പെൺകുട്ടിയായി സമാധാനത്തിന്റെ പ്രഭ ചൊരിയാൻ എൻ്റെ ബാബയുടെ ആ പ്രിയപ്പെട്ട വാക്കുകൾ കൊണ്ട് ഈ സ്നേഹയാത്രയുടെ കയറ്റി ഞാനിവിടെ കൊളുത്തട്ടെ. നാം ജനിച്ച രാജ്യം, മതം, വർഗം, വർണ്ണം ഒന്നും നമ്മുടെ തിരഞ്ഞെടുപ്പല്ല. നമുക്ക് ആരും ശത്രുക്കളില്ല. വിശക്കുമ്പോൾ എല്ലാവർക്കും ഒരുമിച്ച് വിശക്കും. വേദനിക്കുമ്പോൾ ഒരുപോലെ വേദനിക്കും. നമ്മൾ ശ്വസിക്കുന്നത് ഒരേപോലെ, നമുക്കെല്ലാം വെളിച്ചം പോകുന്നത് ഒരേ സൂര്യൻ. നാം ഒരുമിച്ച് കഴിയേണ്ടവരാണ്. മനുഷ്യനെ സ്നേഹിക്കാത്തത് മാത്രമാണ് ഇന്നത്തെ ലോകത്തിൻ്റെ കുഴപ്പം. ഒരുമ കൈവിടുന്ന നേരം നമ്മളെ തകർക്കുവാൻ